അള്ളാന്റെ പള്ളികൾക്ക് ഖിദ്മത്തെടുക്കണം, മദ്രസകൾക്ക് ഖിദ്മത്തെടുക്കണം. അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നല്ല കെൽപ്പുറ്റ ആലിമീങ്ങൾ ഉണ്ടാകണം. നമ്മളെ നാട്ടിൽ നല്ല മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കണം. ആഫിയായ ഇൽമുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ വളരെ യോജിപ്പോടെ ജീവിക്കണം. അയൽവാസികൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കണം. അതല്ലേ അള്ളാന്റെ റസൂൽ വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിനക്ക് മുഅ്മിനാകണോ ഈ അയൽവാസികൾക്ക് ഗുണം ചെയ്യണേ. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടണേ. അപ്പോൾ തകുൻ മുസ്ലിമാ, നിനക്കൊരു മുസ്ലിമാകാം. ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, നീ ഹറാമൊക്കെ കൈയൊഴിക്കണേ. ഒരിക്കലും മദ്യപാനിയാകരുതേ, കുടുംബബന്ധം മുറിക്കുന്നവനാകരുതേ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവനാകരുതേ, സയ്യിദന്മാരെ നിന്ദിക്കുന്നവനാകരുതേ, ഈ ഹറാമായ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയരുതേ. നീ ഒരു അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കല്ലേ, അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യല്ലേ, ഒരു അന്യപുരുഷനെ വിളിച്ച് വീട്ടിലേക്ക് ഭർത്താവ് അറിയാതെ വരുത്തല്ലേ. ഹറാമ് കൈയൊഴിച്ച് ജീവിച്ചാൽ തകുൻ അബദന്നാസ്, ഏറ്റവും വലിയ ഇബാദത്തുകാരനാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം.